ഇന്ന് നാം നിൽക്കുന്നത് ഒല്ലൂർ നിയോജക മണ്ഡലത്തിലാണ്. ഇവിടെ 3 സ്ഥാനാർത്ഥികളാണ് മത്സരത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്നത്. BJP NDA സ്ഥാനാർത്ഥി ബിജോയ് തോമസ്, LDF സ്ഥാനാർത്ഥി കെ രാജൻ, UDF സ്ഥാനാർത്ഥി ഷാജി ജെ കോടങ്കണ്ടത്ത്. ഈ 3 സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പം മത്സരത്തോട് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം, ഇവിടെ ആര് ജയിക്കും, ഒല്ലൂർ നിയോജക മണ്ഡലം ആരോട് കൂടെ നിൽക്കും എന്നുള്ളത് നമുക്ക് ഒരു ചെറിയൊരു അന്വേഷണം നടത്താം. ഏവർക്കും TGS മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഇവിടെ ജയിക്കാന്ന് പറഞ്ഞാൽ രാജനെ ജയിക്കാൻ സാധ്യത. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു പാർട്ടിക്കാരനല്ല. ഇവിടെ ഒല്ലൂര് ഇപ്പൊ വികസനങ്ങളൊക്കെ ഇപ്പൊ ആള് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ മൊത്തം 10,000-2,000 കോടിയുടെ വികസനം ഒല്ലൂര് മണ്ഡലം നടത്തിയിട്ടുണ്ട് ആള്. വീട് വയ്ക്കും, ചുരന്മലയിലൊക്കെ വീട് വയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇതവരെ ഒന്നും ചെയ്തിട്ടില്ല. 300 വീട് 400 വീട് മേജിക്ക് പറഞ്ഞത് കാര്യം. വീട് വെക്കണ്ടേ, ഒരു വീട് കറക്റ്റായിട്ട് അത് കിട്ടിയില്ല ഇതുവരെ. എന്ത് വികസനം ഇല്ലെന്ന് പറയണേ? വികസനം ഉണ്ട് എല്ലാം കൊണ്ടും. കേരളത്തില് ഒല്ലൂരുണ്ട്. രാജൻ മന്ത്രി ജയിക്കണം, അയാളെ കുറെ കാര്യങ്ങളൊക്കെ കൂടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്റെ കാഴ്ചപ്പാടില് പാലിയേക്കര ടോളിന്റെ പരിപാടിയല്ലേ, അതൊക്കെ ആ കാര്യം നല്ല തന്നെ. ആളങ്ങനെ രംഗത്ത് വരട്ടെ. ഈ അതിക്ക് മുമ്പ് കാര്യങ്ങൾ ചെയ്ത ആൾക്കാരുണ്ടല്ലോ. ഇതുണ്ട് ആളിവിടെ കണ്ടമ്പനം വർക്കിയതുണ്ട്. ലൈറ്റും റോഡുകളൊക്കെ ക്ലിയർ ആക്കിയിട്ട് കുറ്റം പറയാനൊന്നുമില്ല. രാജനാണ് ഇവിടെ കൂടുതൽ സാധ്യതയുള്ളത്. കാരണം അദ്ദേഹം ഇവിടെ വളരെയധികം നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയായിട്ടാണ് ഞാനിവിടെ കണ്ടിട്ടുള്ളത്. പിണറായി വിജയൻ്റെ 3 സെൻറ്റ് ഭൂമി മേടിച്ചിട്ട് ഞാൻ ജീവിക്കുന്നവനാണ്. ഞാൻ 3 സെൻറ്റ് ഭൂമി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിലാണ് ഞാൻ ജീവിക്കുന്നത്. ഷാജി ജെ കോടങ്കണ്ടത്ത് അയാൾ നല്ലൊരു വ്യക്തിയെന്ന് പറഞ്ഞുള്ളത്. രാജന്റെ പ്രവർത്തനം എന്നിട്ട് അടിച്ചു മാറ്റൽ. അമ്പലക്കള്ളന്മാരല്ല മുഴുവൻ അമ്പലം അടിച്ചു മാറ്റിയില്ലേ മൊത്തം. ഇനി അടിച്ചു മാറ്റാനുള്ള ബാക്കി വല്ലതും ഉണ്ടോന്ന് സുപ്രീം കോടതി തന്നെ ചോദിച്ചു. അടിച്ചു മാറ്റുള്ള കമ്പനിയാണ് അവര്. തുടർ ഭരണമൊന്നും വേണ്ട ഇവിടെ. അങ്ങനെ ഭരണേ വേണ്ട, എല്ലാവരും മാറി മാറി ഭരിക്കട്ടെ. എന്നിട്ട് ബാക്കിയുള്ളവർ അടിച്ചു മാറ്റണോ? അടിച്ചു മാറ്റി തവിടുകൂടി ആക്കി കേരളം. ഇനി എന്തിനും അടിച്ചു മാറ്റാനുള്ള? ഇല്ല, അതൊന്നും വേണ്ട. ഇനി തുടർ ഭരണം വേണ്ട ഇവിടെ. ഏയ് അതിന് സാധനം വേണ്ട ഇവിടെ. ഇനി പള്ളികളലക്കും. അമ്പലം കഴിഞ്ഞു, ഇനി ക്രിസ്ത്യൻ പള്ളികളാവും. പല വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അതുകൊണ്ട് രാജ്യം ജയിക്കാനാണ് സാധ്യത. പിന്നെ കോടങ്കണ്ടത്തും നല്ല സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അത് നല്ല ബലബലമായിട്ടുള്ള ഒരു മത്സരമാണ്. ഇവിടെ തുടർ ഭരണം വേണ്ട. അത് ഇത്ര കൊല്ലം 10 വർഷം ഭരിച്ചില്ലേ. ഇന്ന് മാറി ഭരിക്കട്ടെ ആൾക്കാർ. എല്ലാവരും കാശുണ്ടാക്കി, ഇവര് കാശുണ്ടാക്കി, അവരും കുറെ കാശുണ്ടാക്കട്ടെ. എല്ലാവർക്കും രാജൻ ഒരുപാട് വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്ന് ഞങ്ങളുടെ വികസനം ഞങ്ങൾക്ക് ഒരു ബോണ്ട് തന്നു ഇവിടെ ഒഴിഞ്ഞു പോകുന്നതിന്. അതേവരെ കാശ് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. അവർ ഇലക്ഷൻ വരുന്നത് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ അവർ ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ആൾക്കാർക്ക് കുറേശ്ശെ കാശ് ബോണ്ട് കൊടുത്തു. ചെക്ക് ബാങ്കിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ബാങ്കിൽ പോയപ്പോൾ വന്നിട്ടില്ല. ഇതേവരെ വന്നിട്ടില്ല. ആർക്കും 10 പൈസ കിട്ടിയിട്ടില്ല. എന്താ കാര്യം? പാവങ്ങൾ രാവും വരെ കഷ്ടപ്പെട്ടിട്ട് ഈ കെട്ടിടടിച്ച് പോവാ. വികസനം വേണം, വികസനം അത്യാവശ്യമാണ്. പക്ഷെ നമ്മളെ ദ്രോഹിച്ചിട്ടുള്ള വികസനം പറ്റില്ല. ഷാജി കോടങ്കണ്ടത്ത് അത് ഉറപ്പല്ലേ. രാജൻ ഒരുപാട് വികസന പ്രവർത്തനം. രാജൻ ഇവിടെ എന്ത് വികസനം നടത്തുന്ന പറയുന്നത് കുറെ കാര്യം മനസ്സിലായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതല്ലുള്ള വിളിപ്പുറത്തൊക്കെ ഉണ്ട്. അതൊക്കെ ശരി തന്നെയാ. വികസനം ഒന്നും പോയി കാര്യമായിട്ടൊന്നും ഇവിടെ നടത്തിയിട്ടൊന്നുമില്ല. അത് വിളിച്ചവരും ജയിക്കും. എന്റെ വിശ്വാസം ഇവിടെ ജയിക്കുന്നു. 50,000 ഭൂരിപക്ഷത്തിൽ എന്റെ നിഗമനം ഞാൻ പറയുന്നു BJP ജയിക്കും. ഇവിടെ രാജ്യം സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഷാജി സാറിന് കുഴപ്പമില്ല, പിന്നെ ഒരു കുഴപ്പമില്ല. പക്ഷെ കൂടുതലും കോൺഗ്രസിന് കൂടുതൽ തുടർ ഭരണ സാധ്യതയുണ്ടോ? സാധ്യത കാണാനില്ല. സാധ്യത കാണാനില്ല. എന്നാ ഗവൺമെന്റിന് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. അത് കാരണം കൊണ്ട് തുറന്നു പറഞ്ഞ കാണാൻ. BJP എത്ര സീറ്റ് പ്രാവശ്യം കേരളത്തിൽ പിടിക്കും? ഒരു 5 സീറ്റെങ്കിലും ചുരുങ്ങി പിടിക്കും. 5 സീറ്റ് പിടിക്കും BJP. പാലക്കാടോ? പാലക്കാട് പറയണ്ട, 100% ഉറപ്പ്. ഞാൻ ജയിച്ചത് പ്രഖ്യാപിക്കണ മാതിരിയാ.